ഇന്ന് നമുക്ക് അറഫ അല്ലേ? അറഫ ദിനമല്ലേ ഇന്ന്? ഇന്ന് അപ്പം നമുക്ക് അറഫാ ദിനമാണ്. അപ്പൊ അറഫയെ കുറിച്ചൊന്ന് പറഞ്ഞുതരാവോ? അറഫ എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏറ്റവും മുഖ്യമായ ഒരു കർമ്മം നടക്കുന്നത് അറഫയിലാണ്. ഉം. അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സല്ലല്ലാഹു വസല്ലമ അലൈഹി തങ്ങൾ വസല്ലം. പറഞ്ഞത് അൽ ഹജ്ജു അറഫ എന്നാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അറഫയാണ്. അറഫ ഉം. കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറഫയിൽ നിൽക്കലാണ്. ഉം. ഈ അറഫ എന്ന് പറയുന്നത് പർവ്വതങ്ങൾ, ചെറിയ ചെറിയ പർവ്വതങ്ങളെ സമ്മേളിക്കുന്ന ഒരു ഉം. മൈതാനം പോലെയുള്ള സ്ഥലത്തിനാണ് ഉം. അറഫ എന്ന് ഓ. പറയുന്നത്. അവിടെ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സംഗമിക്കുന്ന ഒരിടമാണ്. ഒരേ വസ്ത്രത്തിൽ ഉം. ഒരേ പണക്കാരനും സമയത്തല്ലേ? പാവപ്പെട്ടവനും എല്ലാവരും ഒരേ 2 കഷ്ണം വെള്ളത്തുണി ഉടുത്തുകൊണ്ട് ഉം. ഹജ്ജിന് വേണ്ടിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വിളി കേട്ട് വന്നവരെല്ലാവരും ഈ അറഫയിലാണ് നിൽക്കുന്നത്. ഉം. അതാണ് അറഫ. ദ- ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണെന്ന് പറയാനുള്ളതിൻ്റെ ചുരുക്കം. ഉം. അറഫയിൽ നിന്നിട്ടില്ല എങ്കിൽ ഉം. ഹജ്ജ് പരിപൂർണം ആവത്തില്ല. ഉം. നമ്മൾ നിസ്കാരങ്ങളൊക്കെ പോലെ ഇങ്ങനെ ഒരുപാട് ചെല്ലലും പറയലും ഒന്നുമല്ല ഹജ്ജിന്റെ കർമ്മങ്ങൾ. ഉം. ഹജ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയിക്കപ്പെട്ട ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ നിൽക്കുക, ഉം. ഇന്ന സ്ഥലങ്ങളിൽ ഓടുക, ഉം. അങ്ങനെയൊക്കെ ഓരോ ഉം. പലതും ആണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കൂടുതലും. ഹജ്ജിലും ആ. കൂടുതൽ വരുന്നത്. അതിൽ ഏറ്റവും മുഖ്യമായത് ഉം. അഹമ്മും മുഹിമ്മും എന്നൊക്കെ വേണമെങ്കിൽ പറയും ഉം. അറബിയിൽ. ഏറ്റവും മുഖ്യമായത് എവിടെയാണ്? അറഫയിലാണ്. ആ. ഈ അറഫയ്ക്ക് വേറൊരു ചരിത്രം കൂടിയുണ്ട്. അറഫ മൈതാനിക്ക് അറഫ എന്ന പേര് വന്നത് ഉം. മഹാനായ ആദം നബി അലൈഹിസ്സലാമും ഹവ്വ ബീവിയും റളിയല്ലാഹു അൻഹ റളിയല്ലാഹു. അവര് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഉം. ഭൂമിയിലെത്തിയപ്പോൾ അവര് രണ്ടുപേരും എവിടെയാണ് പല വഴി ഉം. മാറിപ്പോയിരുന്നു. അവർ രണ്ടുപേരും കണ്ടുമുട്ടിയത് ഈ അറഫ മൈതാനിയിൽ ജബലുർ റഹ്മ എന്ന് പറയുന്ന ഒരു ചെറിയ പർവ്വതമുണ്ട്. ഉം. ഉം. അതിന്റെ മുകളിൽ വെച്ചാണ് അവർ കണ്ടുമുട്ടിയത്. കണ്ടുമുട്ടും. അങ്ങനെ കണ്ടുമുട്ടിയതിനോട് അവർ കണ്ടുമുട്ടുക എന്ന് വെച്ചാൽ പരസ്പരം തിരിച്ചറിഞ്ഞ സ്ഥലം. ആ. അപ്പൊ തിരിച്ചറിയുക എന്ന വാക്കിന് അറബി പറയുന്ന പേരാണ് ആ. അറഫ അറഫ. എന്നുള്ള വാക്ക്. ഉം. അങ്ങനെയാണ് ഈ മൈതാനിക്ക് അറഫ എന്ന പേര് പേര് വന്നത്. വന്നു. ഉം. അതേപോലെ തന്നെ ഈ അറഫ ദിനത്തില് നോമ്പെടുക്കൽ എന്തുണ്ട്? സുന്നത്തുണ്ട്. സുന്നത്തുണ്ട്. ആ ഉം. നോമ്പിന് ഒരുപാട് പ്രതിഫലമുണ്ട്. അതായത് കഴിഞ്ഞുപോയ വർഷത്തെ പാപവും ഇനി വരാനിരിക്കുന്ന വർഷത്തെ പാപവും ഈ അറഫ ദിനത്തിൽ നോമ്പിന്റെ കാരണം കൊണ്ട് അള്ളാഹു താല പുറത്തു വരുമെന്നാണ് ഉം. പറയുന്നത് അറഫയുടെ. ഉം. ഇന്ന സമയം എന്നൊക്കെ ഉണ്ടോ അറഫയിലെ? അറഫയുടെ ഇത് ആരംഭിക്കുന്നത്, അറഫയിൽ നിൽക്കേണ്ട സമയം ആരംഭിക്കുന്നത് ഏകദേശം ദുൽഹജ്ജ് 9, ഉം. അതായത് ദുൽഹജ്ജ് 9നാണല്ലോ അറഫ ഇന്ന് ഉള്ളത്. ഇന്നോ? ഇന്ന്, ഉം. അതായത് ഇന്ന് ദുൽഹജ്ജ് 9ആണ്. ഉം. ദുൽഹജ്ജ് 9ന്റെ അറഫ ഉച്ചക്ക് ഉം. ഏകദേശം ഒരു 12 മണി തൊട്ട് ദുൽഹജ്ജ് 10 രാവിലെ വരെയാണ് അറഫയിൽ നിൽക്കേണ്ട സമയം എന്ന് സമയം. പറയുന്നത്. ഉം. അത് കഴിഞ്ഞിട്ടാണ് അവിടുന്ന് ഹാജിമാർ പിന്നെ നടന്ന് ഉം. നീങ്ങുന്നത്. ഉം. ഉം. ഇങ്ങനെയാണ് അറഫയെ കുറിച്ചുള്ളത്. ഈ അറഫയ്ക്ക് വേറെ പ്രത്യേകത ഒരുപാടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലല്ലാഹു തങ്ങൾ അലൈഹി നമ്മൾ വസല്ലം. അവസാന പ്രസംഗം ഉണ്ടായത് അവിടെ ഹജ്ജത്തുൽ വിദാ എന്നും പറഞ്ഞ അവസാന ഉം. പ്രസംഗം സഹാബാക്കൾക്ക് ഉം. വേണ്ടിയിട്ട് അവസാനമായിട്ട് പ്രസംഗിച്ച സ്ഥലം ഹജ്ജത്തുൽ വിദാ എന്നും പറഞ്ഞ് ലോകത്ത് ഉം. അറിയപ്പെടുന്നതും അത് ഈ അറഫയിൽ വെച്ചാണ് പ്രസംഗിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉം. അതേപോലെ തന്നെ ഈ അറഫ ദിനത്തിന്റെ ആ ദിവസമാണ് പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തും കൂടി അവതരിപ്പിക്കപ്പെട്ടതെന്നാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. എനിക്ക് ഉം. ഓർമ്മയില്ല. അക്മൽതു ലക്കും ദീനക്കും എന്ന് തുടങ്ങുന്ന ഒരു ഉം. ആയത്തുണ്ട്. പരിശുദ്ധ ദീൻ ഞാൻ ഉം. പരിപൂർണമാക്കി തന്നിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. പറയുന്നത്. ഉം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അറഫയിൽ വെച്ചാണെന്ന് ഓർമ്മ ശരിയാണെങ്കിൽ. ഉം. അതാണ്, അറഫയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. അതുപോലെ അറഫ ദിനത്തിന്റെ അന്ന് സൂറത്തുൽ ഇഖ്ലാസ് 1000 വട്ടം നമ്മൾ ഓതി പൂർത്തിയാക്കുകയാണെങ്കിൽ അള്ളാഹു താല നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് തരുമെന്ന് മഹാന്മാര് പല ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഉം. ഇതാണ് അറഫ. ഇൻഷാ അല്ലാഹ് അള്ളാഹു അപ്പൊ താല നമുക്ക് പരിശുദ്ധ അറഫയിൽ കൂടാനും പരിശുദ്ധ ഹജ്ജ് കർമ്മം ചെയ്യാനൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ സല്ലല്ലാഹു. റസൂലിനാ മുഹമ്മദ്. ഉം.